വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു IPS കാരിയാണ് കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ബി സന്ധ്യ IPS എന്ന് പറയുന്ന, ഇന്നിപ്പോൾ വിരമിച്ച് വീട്ടിൽ റിട്ടയർഡ് ലൈഫ് ജീവിക്കുന്ന ഒരു മഹാ വ്യക്തിത്വം എന്നുള്ളത്. ഇവരുടെ ഗൂഗിളിൽ അവരെ കുറിച്ച് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഞാൻ വെറുതെ ഒന്ന് വിക്കിപീഡിയ സെർച്ച് ചെയ്ത സമയത്ത് അത് ഗംഭീര വിവരങ്ങളാട്ടോ. അതിൽ വരുന്നത് കേരള പോലീസിൽ DGP ആയിരുന്ന മലയാള സാഹിത്യകാരിയും 1988 ബാച്ച് IPS ഉദ്യോഗസ്ഥയുമാണ് ബി സന്ധ്യ. ജനനം മെയ് 25, 1963. ജയിൽ മേധാവിയായിരുന്ന DGP ഋഷിരാജ് സിംഗ് 2021 ജൂലൈ 31 സർവീസിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്ന് 2021 ഓഗസ്റ്റ് 1 മുതൽ എക്സ് കേഡർ DGP ആയിരുന്നു. 2 നോവലുകൾ ഉൾപ്പെടെ 9 സാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2021 ജനുവരി 1 മുതൽ 2023 മെയ് 31 വരെ ഫയർഫോഴ്സ് മേധാവിയായിരുന്നു. ADGP പോലീസ് ട്രെയിനിങ് കോളേജ് എറണാകുളം മധ്യമേഖല IG, തിരുവനന്തപുരം റേഞ്ച് DIG എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 35 വർഷത്തെ IPS കരിയർ പൂർത്തിയാക്കിയ സന്ധ്യ 2023 മെയ് 31 സർവീസിൽ നിന്ന് വിരമിച്ചു. അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ടും അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻസിഡന്റുകളൊക്കെ കൃത്യമായിട്ടും കേരള ജനതയോട് പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരു ചാനലാണ് അവരുടേത്. അത്തരത്തിൽ അവരുടെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം നമ്മൾക്കറിയാം, ഇവിടെ ഈ കേരളത്തിലായാലും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിക്കോട്ടെ, ഇനി ലോകത്താകമാനമായിക്കോട്ടെ, ലവ് ജിഹാദ് എന്ന് പറയുന്ന വലിയൊരു ഭീകരത ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് തെളിവോ അതല്ലെങ്കിൽ സാക്ഷികളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായി നമുക്ക് പറയാനുള്ളത്. അത്തരത്തിൽ ഒരു DGP ആയിരുന്ന IPS കാരിയായിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ബി സന്ധ്യ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അനുഭവം അവർ പറയുന്ന ഒരു ഓഡിയോ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. അത് ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ തന്നെയാണ്. കാരണം ഒരു DGP ആയിരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും, ലോക്നാഥ് ബെഹ്റ ഇവിടെ നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്, കേരളം ഇസ്ലാമിക ജിഹാദികളുടെ ഈ പറയുന്ന ISIS അടക്കമുള്ള, താലിബാനി അടക്കമുള്ള, അൽ ഖ്വയ്ദ അടക്കമുള്ള വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന തീവ്രവാദ സംഘടനകളുടെ ഏറ്റവും വലിയൊരു ഹെഡ് ഓഫീസാണ്, ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന തലത്തിൽ തന്നെ ലോക്നാഥ് ബെഹ്റ അദ്ദേഹത്തിന്റെ വിരമിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, എന്താ വിരമിക്കുന്നത് വരെ പറയാഞ്ഞത് എന്ന് ചോദിക്കും. പക്ഷെ അവിടെ ജോലിയിൽ നിൽക്കുമ്പോൾ അവർക്ക് പറയുന്നതിന് എത്രത്തോളം ലിമിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയാവുന്നത് കൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തായാലും IG ആയിരുന്ന, DGP ആയിരുന്ന, ഒരുപാട് ഉന്നത പദവികൾ അലങ്കരിച്ച പോലീസ് സേനയിലെ മുതിർന്ന ഒരു സ്ത്രീരത്നം തന്നെ ബി സന്ധ്യ IPS തന്നെ നമ്മളോട് പറയുന്ന ഈ ഞെട്ടിക്കുന്ന ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കുക. ഇത് ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും രക്ഷിതാക്കളും കേൾക്കേണ്ടതാണ്, ഹൃദയത്തിൽ കൊണ്ട് കേൾക്കേണ്ടത്, തലച്ചോറും കൊണ്ടും ഹൃദയം കൊണ്ടും കേൾക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് പെൺമക്കളുണ്ടോ, നിങ്ങൾക്ക് സഹോദരിമാരുണ്ടോ, നിങ്ങൾക്ക് അമ്മമാരുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓഡിയോ കേട്ടേ മതിയാവൂ. കാരണം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് DGP ആയിരുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഉയർന്ന പോലീസ് സേനയിലെ പദവി അലങ്കരിക്കുന്ന ഒരു രത്നം, സ്ത്രീരത്നം തന്നെ, IPS കാരി തന്നെ ഇത് പറയുമ്പോൾ അത് കേൾക്കാതെ, കണ്ണു തുറന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ നഷ്ടം നമ്മൾക്ക് മാത്രമാണ്. കേട്ടു നോക്കാം നമ്മൾക്കത്. ഇവര് വളരെ നല്ല ഫാമിലിയിൽപ്പെട്ട, ആറ്റുകാലിന്റെ അടുത്ത ആറ്റുകാൽ ടെമ്പിളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഉള്ള ഒരു ലേഡിയാണ്. വളരെ സങ്കടമായിട്ട് ഇവരുടെ മകളുടെ കാര്യം എന്നോട് പറഞ്ഞു. നിമിഷ എന്നാണ് പേര്. കുറെ പടങ്ങളൊക്കെ കാണിച്ചു. നല്ല സുന്ദരിയായിട്ടുള്ള കുട്ടിയാണ്. വെളുത്ത നല്ല തുടുത്ത നല്ല മുഖമുള്ള സുന്ദരി കുട്ടി. ഈ മോള് BDS പഠിക്കുകയായിരുന്നു കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന കോളേജില്. അവിടെ വെച്ച് ഈ കുട്ടി ഒരു ട്രാപ്പിൽ പെടുകയും പിന്നീട് ഈ കുട്ടിയെ കാണാതാവുകയും ചെയ്തു. അതുകൊണ്ട് എന്റെ മോളെ ഇതുപോലെ കടത്തിക്കൊണ്ടുപോയി, എന്നെ ഒന്ന് രക്ഷിക്കുവോ, മോളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിക്കാനാണ് എന്റെ അടുത്ത് വന്നത്. ഞാൻ DIG ആയിട്ടും IG ആയിട്ടും ഒക്കെ എറണാകുളത്ത് ഇരിക്കുമ്പോ തൊട്ട് ഇതുപോലെയുള്ള മിസ്സിംഗ് കുട്ടികളുടെ, പെൺകുട്ടികളുടെ കണക്കുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. പല കുട്ടികളും ഹിന്ദുക്കള്, ചില കുട്ടികളെ ക്രിസ്ത്യൻസ്, പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ, അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടും ആയിരിക്കാം. എന്തെങ്കിലും എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടോ, ബോംബ് ഉണ്ടാക്കാനോ, IT കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ പിന്നീട് ഡെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ, അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനൊക്കെയുള്ള ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ
കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ, ചില സെന്ററുകളുണ്ട്, സലാഫി സെന്റർ എന്ന് പറയും. തിരുവനന്തപുരത്ത് വേണമുണ്ട്, സ്റ്റാച്യൂവിൽ ഒരു സലാഫി സെന്റർ ഉണ്ട്. എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച ചില സ്ഥലങ്ങളിൽ, ചില ജില്ലകളിൽ 2-3 ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച്, ചില മദ്രസകൾ കേന്ദ്രീകരിച്ച്, എല്ലാമല്ല ചിലതാണ്, അത് അവര് തിരഞ്ഞെടുത്ത് അവര് തന്നെ എന്തൊരു ഡയറക്റ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന പോലെ സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. കാണാൻ കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവര് ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ഇതുപോലെ ചിന്തകൾ നിറയ്ക്കും. നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളില് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ച് കൊടുക്കുകയും, ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നത്, നല്ല രൂപ കൊടുക്കും, ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത്. ഈ പൈസയൊക്കെ എവിടുന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാശിങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് പല സോഴ്സുകളിലൂടെയും. അത് വെച്ചിട്ടാണ് ഇവർ ഈ ട്രെയിനിങ് നടത്തുന്നതും. ആൺകുട്ടികളെ, മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ, നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവരെ റിക്രൂട്ട് ചെയ്യും. എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത്, മാനേജ്മെന്റ് കോട്ടയിലോ സീറ്റുകളിലോ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത്, അവരുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ല, ഇതുപോലെയുള്ള മറ്റ് മതത്തിലുള്ള പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു. എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവരെ പഠിപ്പിച്ചു വിടുന്നു. അതിനുശേഷം ഇവര് പ്രണയം നടിച്ചാൽ, ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല, കല്യാണം കഴിച്ചാൽ പോരെ. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവര് കണ്ടീഷൻസ് വെക്കുന്നു. ഇവര് പറയുന്നു, ഞങ്ങളുടെ മതം അനുസരിച്ച് നീ മതം മാറണം, നിന്റെ പേര് മാറ്റണം, നീ മുഖത്തൂടെ പർദ്ദ ഇടണം, തട്ടം ധരിക്കണം. കൂടാതെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി, മലപ്പുറം ജില്ലയിലുള്ള ഒരു കോട്ട പോലെ ഒരു സ്ഥലമാണ്, അവിടെ പോയി ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ. അപ്പൊ അതിന് കൊണ്ടുപോയി ചേർക്കുന്നു. വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഭക്ഷണം എല്ലാം മാറ്റി മാംസവും അതുമൊക്കെ കൊടുത്തു തുടങ്ങുന്നതുമൊക്കെ. ഇപ്പൊ പലർക്കും അതൊക്കെ അരോചകമാകാറുണ്ട്, അവിടെ നിന്നൊക്കെ ഓടിപ്പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് വെച്ച് തന്നെ IG ആയിട്ടിരുന്നപ്പോ 2 പെൺകുട്ടികള്, ഷെറിൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടികൾ, മറിയ എന്ന പേരുള്ള 2 ക്രിസ്ത്യൻ പെൺകുട്ടികള് ഇതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളെ കല്യാണം കഴിച്ച് പേര് മാറി പോയതായിട്ട് അവരുടെ പേരൻസ് വന്ന് പറഞ്ഞ് കേസ് എടുത്ത് അന്വേഷണം നടത്തിയപ്പോ ഇവരെ കാണുന്നില്ല, ഇവരെവിടെയോ പോയി കഴിഞ്ഞു. അപ്പൊ അപ്പോഴേക്കും ഇവര് ആദ്യമേ തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ രീതിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വിത്തിൻ മന്ത്സ് അവർ പ്രഗ്നന്റ് ആവും. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ബോണ്ട് വരും, ഭർത്താവായിട്ട് പിന്നെ പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം വരുമല്ലോ, കുഞ്ഞും കൂടെ ആയില്ലേ. അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഈ ബിന്ദു സമ്പത്ത് എന്റെ അടുത്ത് വരുമ്പോൾ ഈ മോളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് സംശയിക്കണം എന്നുള്ള ഒരു ചിന്ത എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു മുമ്പ് നടന്നിട്ടുള്ളത് കൊണ്ട്. ആക്ച്വലി ബിന്ദു വന്നപ്പോ എന്നോട് മുഴുവൻ കഥയും വ്യക്തമായ രീതിയിൽ പറഞ്ഞില്ല. അതായത് കല്യാണം കഴിച്ച കാര്യം ബിന്ദുവിന് അറിയാമായിരുന്നു എന്നും, മോള് പർദ്ദ ഇട്ടുകൊണ്ട് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും, മോളും അമ്മയുമായിട്ട് ഇതിനെക്കുറിച്ച് പലവട്ടം ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും, ഈ കുട്ടിക്ക് വേറൊരു പയ്യനുമായിട്ടായിരുന്നു ആദ്യം അടുപ്പം, ഒരു മുസ്ലിം പയ്യനുമായിട്ട്. അതിന്റെ ഒരു ഗർഭം മനസ്സിപ്പിക്കുകയും പിന്നീടാണ് വേറൊരു മുസ്ലിം പയ്യനുമായിട്ട് കല്യാണം കഴിക്കുന്നതെന്നും, സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ട് ആണെന്നും ഒക്കെയുള്ള വിവരമൊക്കെ എന്നോട് മറച്ചു വെച്ചിരുന്നു. ഇതൊക്കെ ബിന്ദുവിനെ അറിയായിരുന്നു. ഒരു നിസ്സഹായയായ അമ്മ എന്റെ മോളെ പെട്ടെന്ന് കാണുന്നില്ല, മോളെ ആരെ കല്യാണം കഴിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, മോൾ എങ്ങനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളത് അറിയില്ല, മോള് കൺവേർട്ട് ആയോ എന്നുള്ളതും അറിയില്ല, കാണുന്നില്ല, അവര് ചിലപ്പോൾ ട്രാഫിൽ പെട്ടതായിരിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ അപ്പോഴേക്കും കാര്യമൊക്കെ വളരെയധികം അതിക്രമിച്ച് പോയിരുന്നു. ഏകദേശം ഒരു 5-6 മാസങ്ങൾക്കോ 8 മാസങ്ങൾക്കോ മുമ്പ് തൊട്ട് തുടങ്ങിയ സംഭവങ്ങളാണ്. ആ സമയമായപ്പോഴേക്കും വൈകിപ്പോയി. ശ്രീലങ്കയിൽ പോകണു എന്നുള്ള മട്ടില് മോള് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീലങ്കയിൽ ഏതോ ഒരു പള്ളി കാണാനായിട്ട് പോകണം, ആ സമയത്ത് കുട്ടി ഗർഭിണിയുമായിരുന്നു എന്നുള്ളതും ബിന്ദുവിന് അറിയായിരുന്നു. പക്ഷെ എന്നോട് അതൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഞങ്ങളിത് എല്ലാ എയർപോർട്ടുകളിലും കൊടുത്ത് ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് ഓൾറെഡി പോയിട്ട് 1 മാസത്തിന് ഏകദേശം അത്രയും ആയിട്ടുണ്ട്. റൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. തിരുവനന്തപുരത്ത് നിന്നോ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ ഇവര് നേരെ ശ്രീലങ്കയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്നാണ് സിറിയയിലേക്കോ ഇറാഖിലേക്കോ പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പാതയിലൂടെയാണ് ഇരിക്കുന്നത് എന്ന IBയുടെയും കൂടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴേക്കും
ഇവര് പോയി കഴിഞ്ഞിരുന്നു. പോയാൽ പിടിച്ചാൽ കിട്ടില്ലല്ലോ. അതിനുശേഷം ബിന്ദു പത്രത്തിലൂടെയും ടിവിയിലൂടെയും ഒക്കെ വന്ന് എനിക്കെതിരെ ഒരുപാട് അപവാദം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാൽ അതിനെ തടയാൻ പറ്റുമായിരുന്നു. എന്നെ നേരത്തെ അറിയിച്ചിരുന്നു. ഞാൻ അതിന് നിസ്സംഗത പുലർത്തി. ഞാൻ അന്വേഷിച്ചില്ല, കുട്ടിയെ പോകാൻ അനുവദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ രേഖകൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ബിന്ദു എനിക്ക് കൊണ്ടുതന്ന പരാതിയുടെ ഡേറ്റ്, ഈ കുട്ടി യാത്ര ചെയ്തു പോയതിന്റെ ഡേറ്റ്, അതിന്റെ അന്തരം, കൂടാതെ ബിന്ദുവിന്റെ ഫോൺ കോളിൽ പിന്നീട് നമ്മൾ നോക്കിയപ്പോ ഈ കുട്ടിയും ബിന്ദുവുമായിട്ടുള്ള ഒരുപാട് ചാറ്റുകൾ, നമ്മൾക്ക് ഈ ഫോണൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് എഴുതി കൊടുത്ത് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് വേണം ചെയ്യാൻ, അതിന്റെ സകല രേഖകളും എടുക്കാനായിട്ട്. അപ്പൊ എപ്പോഴൊക്കെയാണ് കുട്ടി അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്? അമ്മയുമായിട്ട് നല്ലൊരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ അതിന്റെ സ്വന്തം അച്ഛനല്ല, അമ്മയുടെ ആദ്യ ഭർത്താവിന്റെ മോളാണ് ഈ കുട്ടി എന്നാണ് മനസ്സിലായ വിവരം. അതെപ്പോഴും അമ്മ ഇങ്ങനെ വെളിയിൽ പോയ ശേഷവും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന സ്ഥലത്തെത്തി, മറ്റേ സ്ഥലത്തെത്തി എന്ന്. പക്ഷെ പറയുന്ന മുഴുവൻ സത്യമായിരുന്നില്ല. ഇതിനേക്കാളും ഒക്കെ ഏറെ വിചിത്രം എന്ന് പറയുന്നത്, ഈ തട്ടിക്കൊണ്ടു പോകുന്ന പയ്യന്മാരും അവരും കരിക്കളാണ്. പലപ്പോഴും അവരും നിസ്സഹായരാണ് ഇതിനകത്ത്. ചില ക്രിസ്ത്യൻ പയ്യന്മാരെ മുസ്ലിമാക്കി മാറ്റിയ ശേഷം അവരെയും ഇതുപോലെ മുസ്ലിം പേരുകൾ കൊടുത്ത്, ഈ കുട്ടിയെ രണ്ടാമത് കല്യാണം കഴിച്ച പയ്യൻ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ, ഫാത്തിമ എന്ന, ഇപ്പൊ നിമിഷ ഫാത്തിമ എന്ന് നമ്മൾ അറിയപ്പെടുന്ന കുട്ടി ഇപ്പൊ അവിടെ ഒരു ജയിലിൽ കിടക്കുകയാണ് സിറിയയില്. ആ കുട്ടിയുടെ കുഞ്ഞും ഭാവിയും അവിടെ കിടക്കുകയാണ്. രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് താല്പര്യമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കാനായിട്ട് അവിടുത്തെ സർക്കാരിനും താല്പര്യമില്ല. കാരണം രണ്ടുപേരുടെ കണ്ണില് ഈ കുട്ടി തീവ്രവാദ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ട കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഒരുപാട് സമയമെടുക്കും. ആരിടപെട്ടാലും അതിന്റെ നിയമങ്ങളും നിയമത്തിന്റെ കുരുക്കുകളും ഇന്റർനാഷണൽ റിലേഷൻസും എല്ലാം ബാധിച്ചു കിടക്കുന്ന കാര്യമാണ്. പെൺകുട്ടിയെ ആദ്യമായിട്ട് പ്രണയിച്ച് കീഴ്പ്പെടുത്തി വശീകരിച്ച് ഗർഭിണിയാക്കിയ ആദ്യത്തെ പയ്യൻ, പിന്നീട് കുഞ്ഞിനെ ഗർഭാലസം നടത്തി കഴിഞ്ഞ പയ്യൻ മുസ്ലിമാണ്. പക്ഷെ രണ്ടാമത് ഈ കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ, അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ പയ്യൻ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനി പയ്യൻ പിന്നെ മുസ്ലിമായിട്ട് മാറി, ബിക്സൺ എന്നോ മറ്റോ ആയിരുന്ന ക്രിസ്ത്യൻ പയ്യൻ ഈസ എന്ന പേരെടുത്ത് പിന്നീട് ഇഷ്ടംപോലെ കാശ് ഈ സംഘടന കൊടുത്ത് അതിൽ നിന്ന് ആണ് മുസ്ലിമായ ശേഷം ഈ കുട്ടിയെ കൊണ്ടുപോയി മതം മാറ്റിച്ച്. അങ്ങനെയൊക്കെയാണ് ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പൊ ഇതെല്ലാം വെളിയിൽ വരുന്നത് ഈ ഒരു സമയത്താണ്. ഇപ്പോഴും അത് നടക്കുന്നതാണ്. ഈ ഏജൻസികൾ, ഈ സലഫി സെന്റേഴ്സ്, ഈ സത്യസരണി എന്ന് പറയുന്ന സാധനം, അതൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നതിൽ അതീതമായിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. അതവിടെ നമ്മൾ ക്ലോസ് ചെയ്യിച്ച വേറെ എണ്ണം പൊങ്ങി വരും. ഇങ്ങനെ ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവത്തിലൂടെ ഒരു ടെറർ ഉണ്ടാക്കിയ ആളുകളെ എല്ലാവരെയും കൺവേർട്ട് ചെയ്യുകയും, കുറെ കുട്ടികൾ, അവർക്ക് ആളുകൾ വേണമല്ലോ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകളിലെ, ദേ നീഡ് പീപ്പിൾ ടു വർക്ക് വിത്ത്. അപ്പൊ ഇതുപോലെയുള്ള ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെറിയ പ്രായം തൊട്ട് എടുത്തു തുടങ്ങിയാൽ നല്ലതല്ലേ എന്നുള്ള വിശ്വാസത്തിലാണ് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി വളരെ പ്രായം കുറഞ്ഞ 18, 19, 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെയാണ് അവർ ട്രാപ്പ് ചെയ്ത് വീഴ്ത്തുന്നത്. ദേവാസുരം എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നമ്മളൊക്കെ തന്നെ ഉള്ളിലുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു യിൻ ആൻഡ് യാങ് എന്ന് പറയുന്ന പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്നു എന്നുള്ളതനുസരിച്ച് നമ്മൾ എപ്പോഴും പോസിറ്റിവിറ്റി കൂടുതലും നെഗറ്റിവിറ്റി കുറച്ച് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ആസ്വാദ്യകരമായി നല്ലതായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നെഗറ്റീവാണ്, ഇതാണ് ശരി, ഇതാണ് നന്മ, ഇതാണ് കറക്റ്റ്, ഇതെന്താ ചെയ്താൽ എല്ലാവരും ചെയ്യുന്നല്ലേ, എനിക്ക് ചെയ്താൽ എന്താ, ഞാൻ പ്രണയം കൊണ്ടല്ലേ ചെയ്യുന്നത്, എവറിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഇത് വൃത്തിയായിട്ട് ചൊല്ലാണ്, എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരു ചൊല്ലാണ്. അതായത് യുദ്ധം വന്നാലും പ്രണയം വന്നാലും നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. യുദ്ധവും ശരിയല്ല, പ്രണയത്തിന്റെ ആ ഒരു അതിർവരമ്പുകളും ശരിയല്ല. നോക്കൂ, ഇവിടെയാണ് നമ്മൾ ഈ ലവ് ജിഹാദിന് തെളിവ് ചോദിക്കുന്ന സുഡാപ്പികൾ ഉണ്ടല്ലോ, ഇവരോട് നമുക്ക് 4 വാക്ക് പറയാനുള്ളത്. ആരും ഈ സത്യസരണിക്കെതിരെയോ അതല്ലെങ്കിൽ ഇതുപോലുള്ള സലഫി സെന്ററുകളോ മദ്രസകൾക്കെതിരെയോ ഏതെങ്കിലും ഞാനൊരു നല്ല മുസ്ലിമാണ്, അതല്ലെങ്കിൽ ഞങ്ങളിൽ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിന്റെയും മുസ്ലിമിന്റെ രക്തമല്ല, ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, ഇവിടെ മതേതരമാണ് വലുത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഇതിനെതിരെ ശബ്ദിക്കുന്നതോ ചോദ്യം ചെയ്യുന്നതോ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെന്നേ. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ശക്തമായി തന്നെ ഈ വിഭാഗത്തിനെതിരെ നിലപാടെടുക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ തിന്മകൾക്കെതിരെ, ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റിയിൽ, എന്റെ മതത്തിൽ, എന്റെ ജാതിയിൽ ഒരു തിന്മയുണ്ടെങ്കിൽ ആ തിന്മയ്ക്കെതിരെ ആദ്യം പടവാളെടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. അല്ലാതെ അന്യ മതസ്ഥർ തിന്മയ്ക്കെതിരെ, എന്റെ മതത്തിലെ തിന്മയ്ക്കെതിരെ പടവാളെടുത്തതിന് ശേഷം അല്ല ഞാൻ എടുക്കേണ്ടത്. ഞാൻ നിശബ്ദത പാലിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്?
അത് തന്നെയാണ് ഇവിടുത്തെ ഇസ്ലാമിക മതസ്ഥർ കാണിക്കുന്നത്. നിശബ്ദത പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ട് മൗനം സമ്മതമാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ മൗനാനുവാദമാണ്. ഞമ്മനൊക്കെ സ്വപ്നം കാണുന്നത് 2047 ഭാരതം ഇസ്ലാമിക രാജ്യമാക്കി ഭരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് സുഡാപ്പികളുണ്ടല്ലോ, ആ ഭീകര രാജ്യദ്രോഹികൾ, അവരുടെ ആ രാജ്യം പുലരാനാണ്. എന്ത് മത ശരീഅത്ത് നിയമപ്രകാരം ഈ രാജ്യം മാറണമെന്ന് നിശബ്ദമായി ആഗ്രഹിക്കുന്നവർ തന്നെ ആയതുകൊണ്ട് തന്നെ ഇവർ അതിനെ ഒന്നും എതിർക്കില്ല. അത്തരത്തിൽ എതിർക്കാത്ത വർഗമാണ് ഇവിടെയൊക്കെ വന്നുകൊണ്ട് കുറെ കമന്റ് ഒക്കെ ഇടുന്ന ഉസ്മാൻ ചോക്കാട്, മാനു എന്നൊക്കെയുള്ള ആ മദ്രസ പൊട്ടന്മാര്. അവനൊക്കെ മദ്രസയിൽ ആ കുഞ്ഞുനാൾ മുതലേ തലയിലേക്ക് കുത്തിക്കയറി വെച്ചിട്ടുള്ള ആ ഒരു ജിഹാദിസം ഉണ്ടല്ലോ, ഇസ്ലാമിക ഭീകരവാദമുണ്ടല്ലോ, അത് തന്നെയാണ് ഇവനെയൊക്കെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്. രാജ്യമല്ല വലുത്, എനിക്ക് മതമാണ് വലുത്, എന്റെ ഇസ്ലാമിക രാജ്യമാണ് വലുത്, ഞാൻ എന്റെ മഹോന്നതനാണ് വലുതെന്നും പറഞ്ഞ് ഇവിടുത്തെ നിരപരാധികളെ കൊന്നൊടുക്കിയാലും വേണ്ടില്ല, ഇത്തരത്തിൽ നിരപരാധികളായ പെൺകുട്ടികളെ ഇസ്ലാമിക കൊടും ഭീകരന്മാർക്ക് അവരുടെ ലൈംഗികത തീർക്കാൻ വേണ്ടി കാഴ്ചവെക്കാൻ കൊണ്ടുപോയാലും വേണ്ടില്ല, ഞങ്ങൾ അതിനെയൊക്കെ ന്യായീകരിക്കും. അതിനാണ് ഞമ്മന്റെ കിതാബിൽ ഞമ്മന്റെ ചങ്ങാതി മഹോന്നതന് പറഞ്ഞിട്ടുണ്ട്, തക്കിയ നിനക്ക് എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം. ആ തക്കിയ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഒരു കള്ളത്തെ സത്യമാക്കി മാറ്റാം. എന്നിട്ടോ ഇന്നിപ്പോ ലോകമാകമാനം വെറുപ്പിന്റെ ആ ഒരു സൃഷ്ടിയായി കാണുന്നത് ആരെയാണെന്ന് ചിന്തിക്കാൻ പോലുമുള്ള ബുദ്ധിയില്ലാതെ വെറും ഒരു മദ്രസ കീടമായി മാറിയും ലോകത്തിന് മുൻപിൽ പരിഹാസ്യമായി കൊണ്ടിരിക്കുന്ന ഈ വർഗത്തിന് അല്പമെങ്കിലും ചിന്തിക്കാനുള്ള ബുദ്ധി വരട്ടെ. കാരണം ചിന്തയും ബുദ്ധിയും ചിന്താശേഷിയും അതല്ലെങ്കിൽ സാംസ്കാരിക അതല്ലെങ്കിൽ സാമൂഹിക ആ ഒരു ചിന്താഗതികളൊക്കെയുള്ള ആളുകളൊക്കെ ഇന്ന് എന്തുകൊണ്ടാണ് RSSനെയും BJPയിലേക്കും ഹിന്ദുത്വത്തെയും ഇത്ര കണ്ട് സ്വീകരിക്കുന്നത്, ആ ഹൈന്ദവ സംസ്കാരത്തിലേക്ക് കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര കണ്ട് എക്സ് മുസ്ലിങ്ങൾ ഈ സുഡാപ്പി വർഗത്തെ ഈ എണ്ണയിലിട്ട് പൊരിക്കുന്ന പോലെ ഞമ്മന്റെ മഹോന്നതനെയൊക്കെ ഇട്ട് പൊരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയെങ്കിലും ഈ മദ്രസ പൊട്ടന്മാരുടെ ചെറിയ ഒരു വെളിച്ചം തലച്ചോറിലേക്ക് മിന്നാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മൾക്കാവുകയുള്ളൂ. കാരണം ലോകമാകമാനം വെറുക്കുന്ന ഏതാണ് വിഭാഗം എന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ എന്നാണോ ഇവന്മാർക്ക് സ്വയം മനസ്സിലാവുക? ആ മനസ്സിലാവുന്ന നിമിഷം മുതലെങ്കിലും ഇത്തിരി മാറാനുള്ള ബുദ്ധി ഇവന്മാർ വിശ്വസിക്കുന്ന ആ ചങ്ങാതിയോട് പറഞ്ഞിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊരു മാർഗവും ഇല്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.